എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വർഷ തിരിച്ച് ശ്രീകാന്തിൻ്റെ കൂടെ വീട്ടിലേക്ക് പോയി എന്നറിയുന്ന മഹിമയ്ക്ക് ആകെ വിഷമാണ്. അതുപോലെ തന്നെ മധുസൂദനൻ പറയുന്നുണ്ട് എല്ലാം കൈവിട്ടു പോയി എന്ന്. അന്നേരം മഹിമ പറയും ഞാൻ വിചാരിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നടന്നില്ല എന്ന്. രണ്ടുപേർക്കും ഭയങ്കര വിഷമാണ്. ഈ സമയം ശ്രീകാന്തും വർഷയും കൂടെ തിരിച്ച് വീട്ടിലോട്ട് എത്തുന്നു. അത് കാണുന്ന രവിക്ക് ഭയങ്കര സന്തോഷം. രവി ചന്ദ്രയെ വിളിക്കുക, നീ വന്ന് ഒരു കാഴ്ച കാണിച്ചു തരാം എന്ന് പറഞ്ഞ്. അപ്പം ചന്ദ്ര വരുമ്പം കാണുന്നത് ഇവർ രണ്ടുപേരോടെ ഇങ്ങനെ കയറി വരുന്നതാണ്. ഒത്തിരി സന്തോഷമാകുന്നുണ്ട് എല്ലാവർക്കും. ശ്രീകാന്തും വർഷയും അങ്ങനെ അകത്തോട്ട് കയറി വരുന്നു. ഒരുപാട് സന്തോഷത്തോടെ രവിയെ കെട്ടിപ്പിടിക്കുന്നു ശ്രീകാന്ത്. അതുപോലെ രേവതിക്കും ഭയങ്കര സന്തോഷമായി. രേവതിയും വർഷ കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. ഇതൊക്കെ കാണുന്ന ചന്ദ്രയ്ക്ക് അത്രയ്ക്ക് അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല. ഏതായാലും ഇത് കാണുന്ന ശ്രുതിക്കും ഭയങ്കര വിഷമം. ഈ പ്രശ്നം കുറച്ച് നാളങ്ങ് മുന്നോട്ട് കൊണ്ടുപോകാമെന്നല്ലേ ശ്രുതി കരുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ ശ്രുതി ചോദിക്കുന്നുണ്ട് വർഷയുടെ അച്ഛനെ അടിച്ചിട്ടും അതൊക്കെ പെട്ടെന്ന് മറന്ന് ഇങ്ങനെ വരാൻ എങ്ങനെയാണ് സാധിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം വർഷ പറയുന്നുണ്ട് കഴിഞ്ഞ കാര്യം കഴിഞ്ഞു, ഇനിയിപ്പം നമ്മളത് കീറി പരിശോധിച്ച് ആരെയും കുറ്റപ്പെടുത്താനും വഴക്ക് പറയാനും ഒന്നും നിൽക്കണ്ട, അത് കഴിഞ്ഞു, ഇനി നമ്മൾ ഫ്യൂച്ചറിനെ പറ്റിയാണ് ചിന്തിക്കേണ്ടത് എന്ന് പറയുന്നു. അതുപോലെ എല്ലാവരുടെ ഒരുമിച്ച് കൂടിയതല്ലേ, അതുകൊണ്ട് വർഷ ഒരു കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ കേക്ക് മുറിക്കുവാണ് വർഷയും ശ്രീകാന്തും കൂടി. അങ്ങനെ കേക്ക് മുറിച്ച് അവർ പരസ്പരം കഴിക്കുന്നതോടൊപ്പം തന്നെ വർഷ അതിൽ നിന്നൊരു പീസ് എടുത്ത് രേവതിക്ക് കൊടുക്കുക. എന്നിട്ട് പറയും ഇത് സച്ചിൻ്റെ വായിൽ വെച്ച് കൊടുക്കുക എന്ന് പറയും. അന്നേരം സച്ചിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. അന്നേരം സച്ചി പറയുവാണ് നിങ്ങൾ തിരിച്ചു വന്നതിന് ശേഷവും ഇതിൻ്റെ പേരിൽ ഇവിടെ വലിയ വഴക്ക് നടക്കുമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ കേക്കൊക്കെ മുറിച്ച് ഇത് ഒരുപാട് സന്തോഷത്തോടെ തന്നെ ഈ കാര്യങ്ങളെല്ലാം ഡീല് ചെയ്തല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് സച്ചി. അത് കേൾക്കുന്ന ചന്ദ്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ശ്രുതിക്കും അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ രവിക്ക് ഭയങ്കര സന്തോഷമായി.